ഹായ് ഹലോ ആലപ്പുഴ പോകാൻ വേണ്ടിയിട്ട് രാവിലെ 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇറങ്ങി. നമ്മൾ മാത്രമല്ല ഫാമിലി ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. പോകുന്ന വഴി രാവിലെ ചായ കുടിച്ചു, പിന്നെ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയി. അത് കഴിഞ്ഞ് നമ്മൾ പോയി ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ആലപ്പുഴ എത്തിയായിരുന്നു. ഭാഗ്യമുള്ളതുകൊണ്ട് ചെന്നപ്പോൾ തന്നെ ചാറ്റമഴയായിരുന്നു, പിന്നെ ഓടുമായിരുന്നു. ഇത് റോഡാ പാലമൊന്നുമല്ല. അത് കഴിഞ്ഞ് ഹൗസ് ബോട്ടിൽ കയറി. നല്ലതായിരുന്നു. ചെറിയൊരു ഹാള്, 3 റൂംസ്, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടായിരുന്നു, ഒരു കിച്ചൺ. ഇത്രയാണ് താഴെയുള്ളത്. പിന്നെ ഒരാൾക്ക് 750 അത്ര സംതിങ് ആയിരുന്നു. ഉച്ചക്കത്തെ ഫുഡ്, വൈകിട്ടത്തെ ചായ, അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ 5 മണിക്കൂറത്തേനായിരുന്നു. സൈഡിലൊരു സ്റ്റെയർ ഉണ്ട്, അത് കയറി കഴിഞ്ഞാൽ നമുക്ക് മുകളിലിരുന്ന് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ഭയങ്കര പയ്യാണ് പോകുന്നത്, അതുകൊണ്ട് നല്ല ലാഗ് ഉണ്ടായിരുന്നു. താഴോട്ടിറങ്ങും മുകളിലോട്ട് വരുന്നത് തന്നെയായിരുന്നു. താഴെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, വേണമെങ്കിൽ ഡാൻസൊക്കെ വേണമെങ്കിൽ കളിക്കാം. പോകുന്ന വഴി സൈഡിലൊരു ഷാപ്പ് ഉണ്ടായിരുന്നു, അവിടെ നിർത്തിയായിരുന്നു. വേണമെങ്കിൽ അവിടെ നിന്ന് കഴിക്കാം. വള്ളത്തിൽ ഉപ്പിലിട്ടതൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമായിരുന്നു, നമുക്ക് വേണേൽ വാങ്ങാം. പിന്നെ സ്പീഡ് ബോട്ട് ഉണ്ടായിരുന്നു, 7 പേർക്ക് കയറാം, 10 മിനിറ്റ് 300 രൂപ ഒരാൾക്ക്. അങ്ങനെ ആ ഹൗസ് ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരും കയറി, അത് അടിപൊളിയായിരുന്നു. പിന്നെ ഫുഡ് റെഡിയായി, നമ്മൾ പിന്നെ കഴിക്കാൻ വേണ്ടി പോയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് കിച്ചണിലൊക്കെ പോയി ഫുഡൊക്കെ റെഡി ആയപ്പോഴത്തേനും പിന്നെ കഴിക്കാൻ പോയി. മുകളിലാണ് നമ്മൾ കഴിക്കാൻ പോയത്. കരിമീൻ, ക്യാബേജ്, പയർ, മോര്, സാമ്പാർ, ചിക്കൻ കറി, അങ്ങനെ കുറേ കറി ഉണ്ടായിരുന്നു. 4 മണിയൊക്കെ ആയപ്പോഴത്തേനും ചായയും പഴംപൊരിയും കഴിച്ചു. പിന്നെ നമ്മൾ 5 മണിക്കൂറത്തേനായിരുന്നു. ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേനും ഇറങ്ങി. പിന്നെ നമ്മൾ ബീച്ചിലോട്ട് പോകാമെന്ന് ഓർത്തായിരുന്നു. അവിടെ ഇപ്പോൾ ഒത്തിരി പരിപാടിയുണ്ടല്ലോ, ഫ്ലവർ ഷോയും അങ്ങനെയൊക്കെ. അങ്ങനെ ബീച്ചിലെത്തി. അടിപൊളിയായിരുന്നു. ഒത്തിരി ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഒരാൾക്ക് 200 രൂപ ടിക്കറ്റ് എടുത്ത്. അല്ലെങ്കിൽ ഫ്ലവർ ഷോ, അങ്ങനെ ഒത്തിരി പരിപാടി ഉണ്ടായിരുന്നു. റൈഡൊക്കെ, അതിലൊക്കെ കയറാൻ പറ്റുമായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കയറിയായിരുന്നു. ഇങ്ങനെ ഫ്ലവർ ഷോ ഒക്കെ അടിപൊളിയായിരുന്നു. ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒത്തിരി ആനിമൽസിനെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഒത്തിരി നേരം നടന്ന് കാണാനായിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അവത്തേലെല്ലാം കയറിയിട്ട് തിരിച്ചിറങ്ങി. വൈകിട്ട് ഒരു ഹോട്ടലിൽ കയറി കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.